പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ JJ Gold and Diamonds, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. CPM നേതാവിന്റെ അനധികൃത കയ്യേറ്റം അവസാനിപ്പിക്കുക, പൊതു റോഡ് കയ്യേറി വ്യവസായ സ്ഥാപനം നടത്തുന്നത് നിർത്തിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെരിങ്ങണ്ടൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് മുൻപിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി K. അജിത് കുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സുഹൃത്തുക്കൾ, ഇതൊരു പകൽക്കൊള്ളയാണ്. കയ്യേറ്റങ്ങൾ സിഡ്കോയുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സിഡ്കോ ഭൂമി ഒരാൾക്ക് കൊടുത്ത് മറ്റൊരാൾക്ക് കൈമാറണമെങ്കിൽ അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. പക്ഷെ ആ നിബന്ധനകളൊന്നും തന്നെ ഇവിടെ പാലിക്കുന്നില്ല. ഇപ്പൊ തന്നെ ഇത് റോഡാണ്, ഏകദേശം 12 മീറ്ററോളം വീതിയുള്ള റോഡാണ് തൊട്ടപ്പുറത്തെ കമ്പനി വരെ. ഇതിന്റെ രണ്ട് സൈഡിലുള്ള കമ്പനി എങ്ങനെ സ്വന്തമാക്കി എന്നുള്ളതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും. തൊട്ടപ്പുറത്തെ കമ്പനിയിലേക്ക് പോകുന്നതിനുള്ള വഴിയാണ്. ഇവിടെ ഒരിക്കൽ തീ പിടിച്ചപ്പോ ഫയർ എഞ്ചിൻ പോകാൻ സാധിക്കാതെ അവസാനം ഇപ്പൊ ഈ കയ്യേറിയ ഉടമസ്ഥന്റെ മോട്ടോർ വെച്ചിട്ടാണ് അടിക്കുന്നത്. നാളെ ഇതിലും ഗുരുതരമായ തീപിടുത്തമൊക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായി ഉപയോഗിക്കേണ്ട വഴികൾ അടച്ചു കെട്ടി ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ള സ്ഥലമാണ് സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്. ഇതിനാരാ അദ്ദേഹത്തിന് ലൈസൻസ് കൊടുത്ത്? സിഡ്കോ എന്ന് പറയുന്നത് കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ആരംഭിക്കാനുള്ള ഒരു ഗവൺമെന്റിന്റെ കമ്പനിയാണ്. ഇവിടെ റോഡായാലും അതുപോലെ തന്നെ കമ്പനി ആയാലും ഇതിനൊക്കെ തന്നെ അംഗീകാരം കിട്ടണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമരം DCC സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. പൊതുവഴികൾ കയ്യേറി നടത്തുന്ന അനധികൃത നിർമ്മാണങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ചടങ്ങിൽ DCC സെക്രട്ടറിമാരായ NR സതീശൻ, ജിജോ കുര്യൻ, PJ രാജു, വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് SAA ആസാദ്, മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് എന്നിവരും വടക്കാഞ്ചേരി കൗൺസിലർമാരും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരും പങ്കെടുത്ത് സംസാരിച്ചു. You are watching VCV News.